ഈ ജനത്തോട് കാണിച്ച ഏറ്റവും വലിയ ക്രൂരത, ഏറ്റവും വലിയ നിഷ്ഠൂരത, ഏറ്റവും വലിയ വഞ്ചന, ഈ ജനത്തിന്റെ വോട്ട് വാങ്ങി അധികാരം കൈയാളിക്കൊണ്ടിരിക്കുന്ന അധികാരം കൈയാളിയ ജനത കാണിച്ച, രാഷ്ട്രീയ പൊങ്കുവന്മാർ കാണിച്ച നെറികേട്. ആ നെറികേടാണ് ഇന്ന് ഈ സമരപ്പന്തലിൽ നമ്മുടെ അമ്മമാരും നമ്മുടെ സഹോദരിമാരും നമ്മുടെ മക്കളും സഹോദരങ്ങളും ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ആദരണീയനായ RK മലയത്ത് സാർ, നിലമ്പൂർ വികസന സമിതിയുടെ സാരഥികളിൽ പ്രധാനിയായിരിക്കുന്ന എൻ്റെ സ്നേഹിതൻ പ്രിയപ്പെട്ട അഹമ്മദ് കുട്ടി സാഹിബ്, ഇവിടെ നമുക്ക് ആമുഖമായി എന്തുകൊണ്ട് ഈ സമരം ഇങ്ങനെ നടത്തേണ്ടി വരുന്നു എന്നതിനെക്കുറിച്ച് നമ്മുടെ പ്രിയ സഹോദരി റസീന വളരെ മനോഹരമായി കാര്യങ്ങളെക്കുറിച്ച് അവതരിപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ നമുക്കെല്ലാവർക്കും സ്വാഗതം അരുളുകയും ഈ ബൈപ്പാസ് കൂട്ടായ്മയുടെ സമരസമിതിയുടെ സാരഥ്യം വഹിക്കുന്ന എൻ്റെ സ്നേഹിതനായിരിക്കുന്ന ഉമ്മർ കാക്ക, അതേപോലെ തന്നെ പ്രിയപ്പെട്ട രാജു ചേട്ടൻ, ഇവിടെ ആയിരിക്കുന്ന നമ്മുടെ നിലമ്പൂരിൻ്റെ അഭിമാന ഭാജ്യങ്ങളായിരിക്കുന്ന ബഹുമാന്യർ, വിവിധ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്ന ഇതിൻ്റെ സാരഥികൾ, പ്രിയപ്പെട്ടവർ, ഇതിനെല്ലാം കൂടെ ഏകീകരിച്ച് ക്രോഡീകരിച്ച് ഒരുമിച്ച് മുന്നോട്ട് നയിക്കുന്നതിൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്ന പ്രിയപ്പെട്ടവർ, പത്രമാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സ്നേഹിതർ, എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ ഇങ്ങനെ ഇവിടെ ഈ 3 ദിവസത്തെ സത്യാഗ്രഹം നടത്തേണ്ടി വരുന്നതിൻ്റെ ഒരു വേദനയോടുകൂടെ തന്നെയാണ് ഞാനും നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും തന്നെ എൻ്റെ അയൽവാസികളാണ്, ഞാൻ നിങ്ങളുടെ അയൽവാസിയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് പാർക്കുന്ന ഒരു നാട്ടിലെ കഴിഞ്ഞ 31 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തത്തിൻ്റെ ഇരകളാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ വാസ്തവത്തിൽ ഹൃദയത്തിൽ അത് വേദന ഉളവാക്കുകയാണ്. ഇവിടെ അനുസ്മരണ പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ നമുക്ക് മുമ്പേ കടന്നുപോയ പ്രിയപ്പെട്ടവർ വളരെ നാളുകൾ ആകാംക്ഷയോടെ ലഭ്യമാകുമെന്ന് വിചാരിച്ചുകൊണ്ട് കാത്തിരുന്ന് അതൊന്നും നടക്കാതെ നിരാശ പൂണ്ടുകൊണ്ട് തന്നെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവർ, അവരെ നമ്മൾ അനുസ്മരിക്കുകയുണ്ടായി. ഇപ്പോഴും ജീവിച്ചിരിക്കലും മരിച്ചതിന് തുല്യമെന്നുള്ള നിലയിൽ അങ്ങിങ്ങായി പാർക്കുന്നായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ, അവരുടെ മധ്യത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഏതൊരു നാടിൻ്റെയും പുരോഗമനം എന്ന് പറയുന്നത് ആ നാടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനങ്ങളാണ്. ഓരോ നാടും ആരംഭിക്കുമ്പോൾ നമുക്കറിയാവുന്ന പോലെ ചെറിയ ചെറിയ അങ്ങാടികൾ കൊണ്ടാണ് ആരംഭിക്കുന്നത്. ആ അങ്ങാടികൾ പിന്നീട് ജനപ്പെരുപ്പം കൊണ്ടൊക്കെ വികസിച്ച് വലുതാകുമ്പോൾ യാത്രാ സൗകര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യാത്രയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുക എന്നുള്ളത് അതാത് നാടുകൾ ഭരിക്കുന്നതായിട്ടുള്ള ഭരണാധിപന്മാരുടെ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽപ്പെട്ടൊരു കാര്യമാണ്. പ്രിയപ്പെട്ട RK മലയത്ത് സാറ് ഒരു രാജാവിൻ്റെ കഥ പറഞ്ഞു. ആ രാജാവിൻ്റെ കഥ നമ്മളെയൊക്കെ സ്പർശിച്ചു. ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ രാജഭരണമൊക്കെ ഏറ്റെടുക്കാനൊക്കെ തയ്യാറാണ്. പക്ഷേ ഒരു ചപ്പാത്തി ചുടുന്നത് പോലും ശ്രദ്ധിക്കാൻ കഴിയാത്തവരൊക്കെ രാജഭരണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കുമെന്നുള്ളത് ആ കഥയിലൂടെ, ആ സംഭവത്തിലൂടെ നമ്മൾ ഓർക്കുകയുണ്ടായി. നമ്മുടെ നാടിൻ്റെ അടിസ്ഥാന വികസനങ്ങൾ, അതിനു വേണ്ടുന്നതായ ധനം സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നിയമസഭയിൽ വെച്ച് അവരെ പാസ്സാക്കുന്നതായിട്ടുള്ള ധനവകുപ്പ് പാസ്സാക്കുന്നതായിട്ടുള്ള നികുതിയൊക്കെ നാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നാം അറിയാതെ തന്നെ നാം കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിൻ്റെ ഒരു വിഹിതവും നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി നാം മാറ്റിവെക്കാറുണ്ട്. ഒരു ഉരുള ചോറ് തിന്നുമ്പോൾ ആ ചോറ് തിന്നുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള പൈസ നമ്മൾ ഖജനാവിലേക്ക് അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് അവര് ഈടാക്കുന്ന നികുതികൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അവർ പറഞ്ഞ എല്ലാ നികുതികളും കൃത്യമായി അടയ്ക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, നമുക്കൊരാഗ്രഹമുണ്ട്. നമ്മുടെ നാട് എല്ലാ വിധത്തിലും പുരോഗമനത്തിലേക്ക് എത്തണം, എല്ലാ വിധത്തിലും നമ്മൾ മുൻപന്തിയിൽ എത്തണം, വരും തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം, അവർക്ക് യാത്രയ്ക്ക് യാതൊരു ഭംഗവും ഉണ്ടാകരുത്, അവരുടെ താമസ സൗകര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുത് എന്നുള്ള ചിന്തകളൊക്കെ നമുക്കുണ്ട്. അതിനനുസരിച്ചാണ് നികുതികളൊക്കെ വർദ്ധിപ്പിക്കുമ്പോൾ നാം അതിനെതിരെ പ്രതിഷേധിക്കാതെ അവർ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ
കൂടുതൽ കൊടുക്കുവാൻ എല്ലാ വിധത്തിലും നോക്കുക. മുട്ടുസൂചി മുതൽ എല്ലാ സാധനങ്ങൾക്കും നാം കൊടുക്കുന്ന നികുതി, അതൊക്കെ പൊതുഖജനാവിൽ ചെന്നിട്ട് അത് വീതം വെക്കുമ്പോൾ അത് പല പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടിയിട്ട്, രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ആഗ്രഹമാണ് നമ്മുടെ നാടും അതിനോടൊപ്പം വളരണം. ഞാനും ഈ നാട്ടുകാരനാണ്, ഇവിടെ ജനിച്ചു വളർത്തപ്പെട്ടവനാണ്, ഈ നാട്ടിലൂടെ ഒരുപാട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. ഒരു പക്ഷെങ്കിൽ കേരളത്തിലുടനീളം, ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. കൂടുതലും സ്വന്തമായിട്ട് വാഹനം ഓടിച്ചു പോകുമ്പോൾ മറ്റ് ജില്ലകളിലൂടെയൊക്കെ കടക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്, നിലമ്പൂരിൽ എന്നായിരിക്കും നമ്മുടെ ബ്ലോക്ക് ഒന്ന് ഒഴിഞ്ഞു കിട്ടുക. ചന്തക്കുന്ന് മുതൽ നമ്മുടെ വടപുറം വരെ ഒന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടി പല സന്ദർഭങ്ങളിലും 35 മുതൽ 40 മിനിറ്റ് വരെ ഞാൻ എടുക്കാറുണ്ട്. അതിരാവിലെ 3 മണിക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു പക്ഷെങ്കിൽ 6 മിനിറ്റ് കൊണ്ട് എത്തുന്ന സ്ഥലമാണ് 35 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ പകൽ സമയങ്ങളിൽ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കേണ്ടി വരുന്നു. അപ്പം അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമ്മളൊക്കെ ഏറെ കേട്ട് കൊതിച്ചതായിട്ടുള്ള ഒരു കാര്യമായിരുന്നു നിലമ്പൂരിൽ ഒരു മിനി ബൈപ്പാസ് വരുന്നു. 6 കിലോമീറ്റർ ദൂരത്തിൽ നമ്മളെല്ലാവരും വളരെ ആകാംക്ഷപൂർവ്വം സ്വീകരിച്ചതായ ഒരു കാര്യമാണ് 6 കിലോമീറ്റർ മിനി ബൈപ്പാസ് വരുന്നു. അതുകൊണ്ട് നമ്മുടെ യാത്രാ ദുരിതമെല്ലാം എന്നേക്കുമായിട്ട് പരിഹരിക്കപ്പെടും. ഒരുപാട് സ്വപ്നം കണ്ടു. 31 വർഷം മുമ്പ് സ്വപ്നം കാണാൻ ആരംഭിച്ചു. വേറൊരു വാക്കിൽ പറഞ്ഞ ഒരു മനുഷ്യായുസിന്റെ പകുതി വർഷം സ്വപ്നം കണ്ട് നമ്മളിങ്ങനെ ജീവിച്ചു. പക്ഷേ ഈ സ്വപ്നത്തിന് ഇരകളായ ഒരു പറ്റം ആളുകളെ കുറിച്ച് സ്വപ്നം കണ്ട പല മന്ത്രിമാരോ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള ആളുകളോ ചിന്തിച്ചിരുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. ഈ 31 വർഷം ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ പൂർത്തിവെക്കേണ്ടി വന്ന, നഷ്ടപ്പെടുത്തേണ്ടി വന്ന ഒരു തലമുറയുടെ അംഗങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് വളരെ ഖേദത്തോടുകൂടെ ഭരണാധിപന്മാരോട് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, നിങ്ങളെപ്പോലെ തന്നെ സ്വപ്നം കാണുവാനും നിങ്ങളെപ്പോലെ തന്നെ ജീവിതത്തിൽ ഉയർച്ച അനുഭവിക്കുവാനും നന്മ പ്രാപിക്കുവാനും ഒരുപാട് കൊതിച്ച ഒരു കൂട്ടം ആളുകളാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ സമരമായി സത്യാഗ്രഹമായിട്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? നിങ്ങൾ അവരെ ഇരുത്തിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവർ കൊതിച്ചുകൊണ്ടിരിക്കുന്ന, അവർ വിട്ടുകൊടുത്തിരിക്കുന്ന അവരുടെ സ്ഥലങ്ങൾ നിങ്ങൾ വാങ്ങിക്കുകയുമില്ല, നിങ്ങൾ തിന്നുകയുമില്ല, തീറ്റുകയുമില്ല എന്ന് നമ്മൾ വായിക്കാറുള്ളത് പോലെ, കേട്ടിട്ടുള്ളത് പോലെ അല്ലേ? പുലിയെക്കുറിച്ച്, നായെക്കുറിച്ചൊക്കെ പറയാറുണ്ട്, നായ് പുല്ല് തിന്നുമില്ല, തീറ്റിക്കുമില്ല. അതാണ് ഇവിടെ മാറി മാറി വന്ന സർക്കാരുകൾ. ഒരു സർക്കാരല്ല, മാറി മാറി വന്ന സർക്കാരുകൾ ഈ നിലമ്പൂർ ജനതയോട് മിനി ബൈപ്പാസിന്റെ തീരങ്ങളിൽ താമസിച്ച, ആ സ്ഥലങ്ങളിൽ പാർത്തിരിക്കുന്ന ഈ ജനത്തോട് കാണിച്ച ഏറ്റവും വലിയ ക്രൂരത, ഏറ്റവും വലിയ നിഷ്ഠൂരത, ഏറ്റവും വലിയ വഞ്ചന, ഈ ജനത്തിന്റെ വോട്ട് വാങ്ങി അധികാരം കൈയാളിക്കൊണ്ടിരിക്കുന്ന, അധികാരം കൈയാളിയ ജനത കാണിച്ച, രാഷ്ട്രീയ പൊങ്കുവന്മാർ കാണിച്ച നെറികേട്. ആ നെറികേടാണ് ഇന്ന് ഈ സമരപ്പന്തലിൽ നമ്മുടെ അമ്മമാരും നമ്മുടെ സഹോദരിമാരും നമ്മുടെ മക്കളും സഹോദരങ്ങളും ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം. എന്നോട് ബഹുമാനപ്പെട്ട ഉമ്മർ സാഹിബും അതുപോലെ തന്നെ രാജേട്ടനും വന്ന് ഈ സമരത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അതിനു മുമ്പ് തന്നെ എൻ്റെ സ്നേഹിതൻ അഹമ്മദ് കുട്ടി കാപ്പിൽ എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ച അന്നു മുതൽ രാത്രിയിൽ കിടക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, അയ്യോ, ഞാനിവിടെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നു, എന്നാൽ എൻ്റെ സഹോദരങ്ങൾ ആ ബൈപ്പാസ് ഇന്ന് വരും നാളെ വരുമെന്ന് വിചാരിച്ച് അവർ വിട്ടുകൊടുത്ത ആ മണ്ണിൽ അന്തി ഉറങ്ങുന്നതായിട്ടുള്ള ആ സഹോദരങ്ങൾ, ആ പ്രിയപ്പെട്ടവർ, അവരുടെ മനസ്സെത്ര വേദനിച്ചുകൊണ്ടായിരിക്കും കിടക്കുന്നത്. അതിനൊരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായ ഒരു തലം കൂടി ഉണ്ട്. പലപ്പോഴും നമ്മൾ പറയും, അവർക്ക് അവിടുന്ന് മാറി താമസിച്ചാൽ പോലെ, ഓൽക്ക് എന്താ കുഴപ്പം, ഒരു വേറെ എങ്ങോട്ടെങ്കിലും മാറിയാൽ പോരെ. വളരെ ഈസി ആയിട്ട് ചോദിക്കാൻ പറ്റും. രാഷ്ട്രീയക്കാർക്ക് നാണമില്ലാത്തത് കൊണ്ട് അവരത് എവിടെ വേണമെങ്കിലും ചോദിക്കും, ആരോട് വേണമെങ്കിലും പറയും. പക്ഷേ അതിൻ്റെ അകത്തുള്ള ചില മനഃശാസ്ത്രപരമായ കാര്യം, അതിനകത്തൊന്ന് വിവാഹ കാര്യങ്ങളാണ്. നമുക്കറിയാം, ഏതൊരു മാതാപിതാവിൻ്റെയും ഏതൊരു അമ്മയുടെയും അച്ഛൻ്റെയും ഉമ്മയുടെയും ബാപ്പയുടെയും സ്വപ്നമാണ് തങ്ങളുടെ മക്കൾക്ക് ഏറ്റവും നല്ലൊരു കുടുംബജീവിതം ലഭിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി വളർത്തിയെടുക്കപ്പെട്ട പെൺകുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ വളർത്തപ്പെട്ട ആൺകുട്ടികൾ, അവർക്കൊരു വിവാഹാലോചന വരുമ്പോൾ എവിടെയാണ് പാർക്കുന്നതെന്ന് ആദ്യമേ ഒരു അന്വേഷണം വരുന്ന സമയത്ത് ബൈപ്പാസിന് സ്ഥലം കൊടുത്തെടുത്താൽ പോലും താമസിക്കണേ. അതൊരൊറ്റ കാരണം മതി, അവർക്ക് മനസ്സിണങ്ങിയതായ വിവാഹം നടക്കാതെ അതിൽ നിന്ന് അവർ പിന്മാറിപ്പോകും.
സ്വപ്നം കണ്ടുകൊണ്ട് വളരുന്ന ആ യുവാവും യുവതി അവരുടെ സ്വപ്നങ്ങൾ പൊലിയുന്നു. അതിനെക്കുറിച്ച് ഈ മന്ത്രി ഭൂങ്കോന്മാർ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാകുകയില്ല. കാരണം അവരുടെ സ്വപ്നങ്ങളെല്ലാം പൂവണിയിക്കുവാൻ അവർക്ക് യഥാവിധി നാം കൊടുക്കുന്ന പണം മതി, അതവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവർ യാത്രകൾ ചെയ്യും. ഈ നിലമ്പൂരിൽ കൂടി എല്ലാവരും യാത്ര ചെയ്യുക. അവരങ്ങ് അമേരിക്കയിലും അവരങ്ങ് ഇംഗ്ലണ്ടിലും അവരങ്ങ് ജർമ്മനിയിലും അവരങ്ങ് ജപ്പാനിലും വികസിത രാഷ്ട്രങ്ങളിൽ അവര് പോയി പഠിക്കാനാണ് പോലും. പഠിക്കാൻ എന്തിനാ? ബൈപ്പാസ് കൊണ്ടുവരാൻ വേണ്ടി പഠിക്കാൻ പോകുന്ന ആരുടെ പണം കൊണ്ട്? ഞാനും നിങ്ങളും ചോറ് തിന്നാതെ കൊടുക്കുന്ന ആ കാശ് വാങ്ങിക്കൊണ്ട് യാതൊരു നാണവുമില്ലാതെ ഉടുപ്പില്ലാതെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കും വിമാനങ്ങളിൽ. എന്നാൽ ഇവിടെ അന്തി ഉറങ്ങുന്ന ആ അമ്മമാരും അപ്പന്മാരും അവരുടെ മക്കളെ കുറിച്ച് സ്വപ്നം കാണുകയാണ്. ഞങ്ങളുടെ മക്കൾക്കൊരു നല്ല ജീവിതം വേണം. പക്ഷെ അത് കിട്ടുന്നില്ല. മാത്രമല്ല, നമുക്കറിയാം, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂളുകളിൽ കലാലയങ്ങളിലൊക്കെ പോകുമ്പോൾ ആ കുട്ടികളുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അവരുടെ കൂട്ടുകാരെ വീടുകളിൽ കൊണ്ടുവരണമെന്നുള്ളത്. അല്ലെ? എല്ലാ മക്കളും ചിന്തിക്കാറുണ്ട്, അവരുടെ പ്രിയപ്പെട്ടവർ അവരുടെ കൂട്ടുകാരും കൂടെ തങ്ങളോടൊപ്പം വീട്ടിൽ വന്ന് തങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കണമെന്ന്. പക്ഷേ അഭിമാനപൂർവ്വം ഒരു കുഞ്ഞിനും അവരുടെ കൂട്ടുകാരെ തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയില്ല. കാരണം എന്താ? 31 വർഷമായി ചോർന്നൊലിക്കുന്ന വീട്ടിലാണ് കഴിയുന്നത്. ചോർന്നൊലിക്കുന്ന വീട് മാത്രമല്ല, ബാത്റൂമിലേക്കൊന്ന് കയറണമെങ്കിൽ, ടോയ്ലറ്റിലേക്കൊന്ന് പോകണമെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുകയില്ല. കാരണം ഒരു വികസന പണിയും ചെയ്യുവാനുള്ള അനുവാദമില്ല. ടാക്സ് കൃത്യമായിട്ട് അടച്ചോണം. നികുതി അടച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഫൈൻ, അല്ലേ? ഒരു മാസം തെറ്റിയാൽ ഫൈൻ, അതൊക്കെ കൊടുക്കേണ്ടി വരും. പക്ഷേ അവരവരുടെ വീടുകളിൽ അവർ ഒന്നുകൂടെ പുതുക്കി പണിയണമെങ്കിൽ അതിനുവേണ്ടി ഒരു പെർമിഷൻ മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ബൈപ്പാസിലാണോ? അതിപ്പോൾ പറ്റൂല കേട്ടോ. അതിപ്പോൾ വേഗത്തിൽ ഞങ്ങളിപ്പോൾ എടുക്കും, അധികം താമസിക്കൂല. അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും പറ്റൂല. ഇങ്ങനെ മാനസികമായി കുഞ്ഞുങ്ങളുടെ വികസനത്തെ മുരടിപ്പിക്കുന്ന തരത്തിലുള്ള വികസന പദ്ധതിയുമായിട്ടാണ് ചിലപ്പോഴൊക്കെ സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു മനോഹരമായ ഭവനത്തിൽ പാർക്കുന്ന ആളുടെ മനസ്സിന്റെ നിലവാരമായിരിക്കുകയില്ല ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു ഭവനത്തിൽ പാർക്കുന്ന ആളുടെ മനോവികാരങ്ങൾ. എപ്പോഴും അവർക്കൊരു നെടുവീർപ്പാണ്, ഉള്ളിലൊരു നെടുവീർപ്പാണ്. അതിന് കാരണം എപ്പോഴാണിത് ഇടിഞ്ഞ് താഴേക്ക് വീഴുക എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ഒരു പരിസ്ഥിതിയിൽ വളർത്തപ്പെടുന്ന ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള താല്പര്യം പോലും നഷ്ടപ്പെടും. അപ്പോൾ കുട്ടികളുടെ പഠനത്തെ ബാധിക്കും. അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യാറില്ല. കുട്ടികളുടെ വിവാഹം മുടങ്ങും. പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ കഴിയില്ലെന്ന് മാത്രമേ പറയാറുള്ളൂ. ആൺകുട്ടികൾക്കും പെണ്ണ് കിട്ടാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും അങ്ങനെയുള്ള ഭവനങ്ങളിൽ. മാത്രമല്ല, അവിടെ പാർക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ വീടുകൾക്ക് പുരോഗതി ഉണ്ടാകാതെ വരുമ്പോൾ മാനസികമായിട്ടുള്ള വ്യതകൾ സംഭവിച്ച് അത് ശരീരത്തെ ബാധിക്കും. അവരുടെ കർമ്മശേഷി കുറയും. അധ്വാനിപ്പാനുള്ള താല്പര്യം അവർക്ക് കുറഞ്ഞു വരും. അവരെന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എന്താ സംഭവിക്കുക? ശാരീരിക രോഗത്തിന് അടിമകളാണ്. അപ്പൊ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർക്ക് നേരെ ഹോസ്പിറ്റലിൽ പോകാനുള്ള നേരമായിരിക്കും. പിന്നെ ആ ദിവസം മുഴുവനും ആശുപത്രിയുമായിട്ട് ചെലവഴിക്കും. അപ്പോൾ പിന്നെ കടം കയറാൻ തുടങ്ങും. അപ്പോൾ കടം കയറുമ്പോൾ വായ്പ മേടിക്കും. വായ്പ മേടിച്ചു കഴിയുമ്പോൾ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരും. ജപ്തി ബാധിക്കപ്പെടും. ഇവിടെ തന്നെ പല ഭവനങ്ങളിലും ജപ്തികളാണെന്നുള്ളത് എനിക്കറിയാം. ജപ്തി വന്ന് കിടക്കുകയാണ്. അപ്പം ജപ്തി വീട്ടുവാൻ നിവൃത്തിയില്ലാതെ അതിൻ്റെ ആയിട്ടുള്ള മാനസികതകൾ. കുട്ടികൾ ചോദിക്കും, ഉപ്പ ഉമ്മ എപ്പോഴാണ് നമുക്കൊരു നല്ല വീടുണ്ടാവുക? എൻ്റെ കൂട്ടുകാർക്ക്, എൻ്റെ തുണക്കാർക്കൊക്കെ നല്ല വീടുണ്ട്. ഞാൻ പോകുന്നതിൻ്റെ തുണക്കാരുടെ വീടുകളൊക്കെ മനോഹരമായ വീടാണ്. ഓലൊക്കെ വളരെ സന്തോഷമായിട്ട് കഴിയുന്നു. പക്ഷെ നമുക്കെപ്പോഴാണ് ഒരു നല്ല വീടുണ്ടാവുക? ഇത് കേൾക്കുമ്പോൾ ശരിക്കും ഉള്ളു പെടഞ്ഞുകൊണ്ടായിരിക്കും അവരുടെ മാതാപിതാക്കൾ മറുപടികൾ കൊടുക്കുക. ഇങ്ങനെ എല്ലാ തലങ്ങളിലും ഒരു ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുന്ന 282 വീട്ടുകാരേ ഉള്ളൂ. പക്ഷേ ഏകദേശം 500ഓളം അല്ലെങ്കിൽ 700ഓളം അംഗങ്ങളുള്ള ആ പ്രദേശത്തെ ജനത്തിന്റെ വളർച്ചയെ എല്ലാ വിധത്തിലും മുരടിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് കഴിഞ്ഞ 31 വർഷമായിട്ട് നമ്മുടെ മിനിപ്പാസുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പരിഹാരം ഒരു സർക്കാർ വന്നപ്പോൾ അവരുടെ ആപ്തവാക്യം പറഞ്ഞു, ഞങ്ങൾ വരും, എല്ലാം ശരിയാവും. ശരിയായി. എല്ലാവരും ഇപ്പം ശരിയായി. സമരപ്പന്തലി വന്നിരിക്കേണ്ടി വന്നു. 1-ാം വട്ടമല്ല 2-ാം വട്ടവും നമ്മളത് വിശ്വസിച്ചു. എന്നിട്ട് നമുക്ക് ഒന്നും തന്നെ ശരിയാക്കി കിട്ടിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനിയും അതിനെന്തെങ്കിലും പ്രതിവിധിയുണ്ടോ?
അപ്പോഴാണ് നമ്മുടെ കേന്ദ്രത്തിലുള്ള സഹമന്ത്രി ഇന്നലെ പറയുന്നത്, പാവങ്ങളെ സഹായിക്കണമെങ്കിൽ ഒരു ബ്രാഹ്മണൻ വരണം, അപ്പോഴായിരിക്കും ഇവിടെ എല്ലാം നന്നാകുക. അതിൽ എല്ലാം കണക്കാപ്പ. എല്ലാത്തിൻ്റെ ഉള്ളിൽ ഇതൊക്കെയാണ്, എല്ലാവരുടെ ഉള്ളിൽ കിടക്കുന്ന ഇതൊക്കെയാണ്. ഇത് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയല്ല. ഇവർക്ക് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കണം, അവർക്ക് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കണം. ജോർജ് കുര്യൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട മന്ത്രി, അദ്ദേഹം പറഞ്ഞു, ഇത് ഒരു പാപ്പരത്വമുള്ള സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിച്ചാൽ നിങ്ങൾക്ക് പ്രതിവിധിയുണ്ട്. നോക്കണം. അപ്പൊ ഇത് ദരിദ്രവാസികളുടെ ഒരു കേന്ദ്രമായിരിക്കണമെന്ന് അവരാഗ്രഹിക്കുന്നു. രാഷ്ട്രീയ നേതാക്കന്മാർ കൊതിക്കുന്നത് നമ്മുടെ നാട് എന്നും അടിമകളായി കഴിയണം, പാപ്പരത്വത്തിൽ കഴിയണം. അതുകൊണ്ടാണല്ലോ ബൈപ്പാസിന് സ്ഥലം പൈസ അനുവദിക്കുന്നു എല്ലാ പ്രാവശ്യവും പറയുകയും, പക്ഷേ ആർക്ക് അനുവദിക്കുന്നു, ആർക്ക് കൊടുക്കുന്നു, എന്ത് ചെയ്യുന്നു? ബൈപ്പാസ് അത്യാവശ്യമാണ്, പക്ഷേ അത് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി ത്യാഗം സഹിക്കാൻ തയ്യാറായ ഒരു ജനതയോടുള്ള ക്രൂരത കാണിച്ചിട്ട് വേണമോ, ഇത്രയും നാളുകൾ ദീർഘിപ്പിച്ചിട്ട് വേണമോ അതൊക്കെ നടപ്പിൽ വരുത്തുവാൻ? അവരെ സമരപ്പന്തലിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഇതിന് പ്രതിവിധിയുള്ളൂ. അതാണോ നല്ല ഒരു ഭരണാധിപന്റെ ഉത്തരവാദിത്വം? അതായിരിക്കണമോ നാം തെരഞ്ഞെടുക്കപ്പെടുന്നത്, നാം തെരഞ്ഞെടുത്തയക്കുന്ന ജനപ്രതിനിധികൾ ചെയ്യുന്നത്? ഞാൻ നമ്മുടെ ഭരണഘടനയെ ഓർക്കുമ്പോൾ ദൈവത്തിന് പലപ്പോഴും നന്ദി പറയാറുണ്ട്. നമുക്കറിയാമോ, നമ്മുടെ നാട്ടിലെ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന ലോകത്തിന്റെ മുമ്പാകെ തല കുനിക്കേണ്ടാത്ത വിധത്തിൽ ഏറ്റവും മനോഹരമായ, തല ഉയർത്തിപ്പിടിച്ച് എപ്പോഴും നിൽക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. ആ ഭരണഘടന രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത് 4 തൂണുകളിലാണ്. നമ്മുടെ ഈ സമരപ്പന്തൽ 4 തൂണുകളിൽ നിൽക്കുന്ന പോലെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന 4 തൂണുകളിലാണ് നിൽക്കുന്നത്. ആ 4 തൂണുകൾ ഏതൊക്കെയാണെന്ന് അറിയുമ്പോഴാണ് നമ്മൾ ആശ്ചര്യപ്പെടാറുള്ളത്. ഒന്ന്, ഈക്വൽ ജസ്റ്റിസ്, തുല്യമായ നീതി. എല്ലാ മനുഷ്യർക്കും തുല്യമായ നീതി, എല്ലാവർക്കും നീതി ലഭിക്കണമെന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ, ആമുഖത്തിൽ ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്കറിയാവുന്നതാണ്. എല്ലാവർക്കും നീതി കിട്ടണം. നീതി ഉള്ളതുകൊണ്ടാണോ, നീതി കിട്ടിയത് കൊണ്ടാണോ നാം ഈ സമരപ്പന്തലിൽ വന്ന് നിൽക്കുന്നത്? ഇവിടെ നീതി നടപ്പിൽ വരുത്തണമെങ്കിൽ ഉന്നതന്മാർ ഭരിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. ചില ആളുകൾ വാദിക്കുന്ന പോലെ ചില നല്ല രക്തങ്ങളുണ്ടെങ്കിൽ മാത്രമേ, ബാക്കിയുള്ള രക്തങ്ങളൊക്കെ ഹീനമായതുകൊണ്ടാണോ ഇവിടെ നീതി നടപ്പാക്കാത്തത്? അപ്പോൾ തുല്യനീതി എന്ന് പറഞ്ഞിട്ട് നീതിയുടെ ഒരു കണിക പോലും കഷ്ടപ്പെടുന്ന ജനതയ്ക്ക് കൊടുക്കുവാൻ കഴിയില്ലെങ്കിൽ, അങ്ങനെയുള്ള ഭരണകൂടം നാം തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾ, അവർ നമ്മളെ ഭരിക്കുവാൻ നാം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആ ഭരണാധിപന്മാർ യോഗ്യരല്ല എന്നും കൂടെയാണ് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയേണ്ടി വരിക. രണ്ടാമത്തേത് ലിബർട്ടി, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം, എന്ത് തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് തരത്തിലുള്ള സ്വാതന്ത്ര്യമാണുള്ളത്? നമുക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ഭക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് കിടക്കാനുള്ള സ്വാതന്ത്ര്യം, വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതൊക്കെ അവരവരുടെ ഹിതം പോലെ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നിട്ടും കിടപ്പാടം പോലും എപ്പോഴാണ് നഷ്ടപ്പെടുക എന്നുള്ള ഭീതിയോടുകൂടെ ജീവിക്കേണ്ടി വരുന്ന ഒരു ജനതയായി നാം മാറിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഭരണഘടന അനുവദിക്കുന്നതായിട്ടുള്ള സ്വാതന്ത്ര്യം പോലും നൽകി തരുവാൻ കഴിയാത്ത ആളുകൾ നമ്മളെ ഭരിക്കുമ്പോൾ, അത്തരക്കാരുടെ ഭരണത്തിന് കീഴിൽ ജീവിക്കുമ്പോൾ നമ്മുടെ നാട് എങ്ങനെ വികസിക്കും? നമ്മുടെ ജനങ്ങൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? നമുക്കറിയാവുന്നതുപോലെ ഒരു നാടിൻ്റെ നന്മ എന്ന് പറയുന്നത് പണപ്പെരുപ്പം അല്ലെങ്കിൽ പണമുണ്ടാക്കുന്നതല്ല, മറിച്ച് സമാധാനമായി ജീവിക്കാൻ, സ്വസ്ഥമായി കിടന്നുറങ്ങുവാൻ, അന്തിയുറങ്ങുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളതാണ്. തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പുലിയും പന്നിയും കാട്ടുമൃഗങ്ങളും നമ്മുടെ വീടുകളിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ മിനി ബൈപ്പാസ് എന്ന് പറയുന്ന വലിയൊരു സർപ്പം നമ്മളെ കൊത്തുവാനായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഇതിന്റെ നടുക്കുപെട്ട് ജീവിതത്തെ ഹോമിക്കേണ്ടി വരുന്നായ ഒരു പാവപ്പെട്ട ജനത, ആ ജനതയുടെ കണ്ണുനീര് കണ്ടിട്ടില്ല എന്നും പറഞ്ഞ് ഇനി എത്ര കാലം നമ്മുടെ ഭരണാധിപന്മാർക്ക് മുന്നോട്ട് പോകാൻ കഴിയും? അതുകൊണ്ട് നാം തെരഞ്ഞെടുത്തിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് അംഗങ്ങളടക്കം നാം
തെരഞ്ഞെടുത്തിരുന്ന ഇനിയും തെരഞ്ഞെടുക്കാൻ പോകുന്ന MLA ആയി പോകാൻ പോകുന്ന ആളടക്കം മന്ത്രിമാരടക്കം നമ്മുടെ എല്ലാ ഭരണാധിപന്മാരും കേൾക്കണം, അറിയണം. നിങ്ങൾക്ക് താഴെ ഒരു പറ്റം ജനത വേദനിക്കുന്നു, അവരുടെ കണ്ണുനീർ കണ്ടില്ല എന്ന് നടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. നിങ്ങൾ അവരെ മറികടന്നുകൊണ്ട് ജീവിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് നിങ്ങൾ ഈ തരുണത്തിൽ ഓർപ്പിക്കുകയും കൂടിയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു കാര്യം നമ്മുടെ ഇന്ത്യയുടെ ആദരണീയായിരിക്കുന്ന ഫൈനാൻസ് മിനിസ്റ്റർ 2 ദിവസം മുമ്പ് പ്രഖ്യാപിക്കുകയുണ്ടായി. നമ്മുടെ ഇന്ത്യയിലെ ജനസംഖ്യ 1.8% വരുന്ന ശമ്പളം വാങ്ങിക്കുന്ന, നാം കൊടുക്കുന്ന നികുതിയുടെ പങ്ക് പറ്റുന്നായ ഒരു ജനത, അവർക്ക് വലിയ ഇളവ് കൊടുത്തിട്ട് അത് വലിയ ബഡ്ജറ്റായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. 1.8% ജനത്തിനു വേണ്ടി, ഒരു 1.8% ജനത്തിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു വലിയ ബഡ്ജറ്റ്. ആ ബഡ്ജറ്റ് വാങ്ങി അതിനകത്ത് അർമാദിക്കാൻ തക്കവണ്ണം ഇഷ്ടംപോലെ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ നാം കൊടുക്കുന്ന നികുതി കൊണ്ട് ശമ്പളം വാങ്ങിക്കുന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അറിയണം, നിങ്ങളെപ്പോലെ തന്നെ വളരെയധികം ജീവിക്കാൻ കൊതിയോടുകൂടെ ഇരിക്കുന്ന ഒരു പറ്റം ആളുകളാണ് നിങ്ങളുടെ ഓഫീസിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ സത്യാഗ്രഹം ഇരിക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ട്? നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ചെയ്യാത്തത് കൊണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ അറിയിക്കേണ്ട ആളുകളെ കൃത്യമായി വസ്തുതകൾ അറിയിക്കുകയാണെങ്കിൽ, തീരുമാനങ്ങൾ എടുക്കുവാൻ മന്ത്രിപുങ്കന്മാരെയും അതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ജനപ്രതിനിധികളെയും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ, നിങ്ങൾ അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ, ഈ 31 വർഷം എന്നുള്ള ഈ ദീർഘവർഷങ്ങൾ ഇവിടെ ഒരു ബൈപ്പാസിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരികയില്ലായിരുന്നു. അതുകൊണ്ട് ഈ PWDയുടെ ഓഫീസിന്റെ മുമ്പിൽ നാം സത്യാഗ്രഹം ഇരിക്കുമ്പോൾ ഇവിടുത്തെ ഭരണാധിപന്മാരോട് മാത്രമല്ല, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോടും കൂടെ ഞങ്ങൾ പറയട്ടെ, നിങ്ങളുടെ കെടുകാര്യസ്ഥത കൊണ്ട്, നിങ്ങളുടെ കാര്യക്ഷമതയില്ലായ്മ കൊണ്ട്, നിങ്ങളുടെ അനാസ്ഥ കൊണ്ട് വേദനിക്കുന്ന ഒരു പറ്റം അമ്മമാരും സഹോദരിമാരുമാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് മറന്നു പോകരുത്. നാളെ നിങ്ങൾക്കും ഈ ഗതി ഉണ്ടാകുകയില്ലെന്ന് ആര് കണ്ടു? ഇന്ന് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന നികുതിയുടെ വേതനം കിട്ടുന്നുണ്ട്, സർക്കാർ ശമ്പളം നിങ്ങൾക്ക് കൃത്യമായി കിട്ടുന്നുണ്ട്. ശമ്പളം കുറഞ്ഞു പോയാൽ നിങ്ങൾ സ്ട്രൈക്ക് എടുക്കും, നിങ്ങൾ സമരം നടത്തും. നിങ്ങളെ സമരം നടത്തി നിങ്ങളുടെ അവകാശങ്ങളെല്ലാം കൃത്യമായി വാങ്ങിച്ചെടുക്കും. എന്നാൽ നിങ്ങൾ ചെയ്യുന്നതായ ദൗത്യങ്ങൾ കൃത്യമായി ചെയ്യാറുണ്ടോ? ചെയ്യാൻ കഴിയുകയില്ലെങ്കിൽ, നിങ്ങളെ ഭരണാധിപന്മാരായി സമ്മതിക്കുന്നില്ല എങ്കിൽ ആ കാര്യം ഞങ്ങളുടെ മുമ്പാകെ വന്ന് പറയാൻ നിങ്ങളെ അന്തസ്സ് കാണിക്കണം. ജനങ്ങളോട് പറയണം ഞങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണ്, പക്ഷേ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്ന ഭരണാധിപന്മാർ ഞങ്ങളെ അതിനായിട്ട് സമ്മതിക്കുന്നില്ല എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾക്കുണ്ടല്ലോ സംഘടനകളും മറ്റുമൊക്കെ. നിങ്ങളുടെ സംഘടനാ നേതാക്കന്മാർ ആ കാര്യങ്ങൾ പറയണം. അതിന് പകരം ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ പ്രമുഖന്മാരും കൂടെ ചേർന്ന് നടത്തുന്ന കള്ളക്കളികൾ, ആ കള്ളക്കളികൾ കൊണ്ട് വേദനിക്കുന്ന ജനത, ആ ജനതയുടെ വേദന കണ്ടിട്ടില്ല എന്ന് നടിച്ച് നിങ്ങൾ ഉണ്ണുന്ന ചോറുണ്ടല്ലോ, നിങ്ങൾ ഉണ്ണുന്ന അരിയാഹാരമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ദഹനമല്ല വരുത്തി തരിക എന്നുള്ളതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞങ്ങളൊക്കെ പറയേണ്ടി വരുന്നത് ഞങ്ങളുടെ സങ്കടം കൊണ്ടാണ്. ഇവിടെ ഇരിക്കുന്ന ജനത്തിന്റെ കണ്ണുനീരിന്റെ വിളിയാണ്, നിലവിളിയാണ് നിങ്ങളോട് ഞങ്ങൾ ഈ വാക്കുകളായിട്ട് പറയുന്നത്. നിങ്ങളോടുള്ള വൈരാഗ്യം കൊണ്ടല്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ ജനപ്രതിനിധികളും, അത് ത്രിതല പഞ്ചായത്ത് അടക്കമുള്ള ജനപ്രതിനിധികളും നിയമസഭാ പ്രതിനിധികളും രാജ്യസഭാ പ്രതിനിധികളും അതേപോലെ തന്നെ ലോകസഭാ പ്രതിനിധികളും അറിയണം, നിങ്ങളുടെ നാട്ടിൽ വേദനിക്കുന്ന ഒരു പറ്റം ജനത, ജീവിക്കാനുള്ള കൊതി കൊണ്ട് വേദനിക്കുന്ന ഒരു പറ്റം ജനത, കിടപ്പാടം നഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ട് ദിനരാത്രങ്ങൾ കഴിച്ചു മുട്ടുന്ന ഒരു ജനതയുണ്ട്. ആ ജനത്തിന്റെ കണ്ണുനീർ ഒപ്പുവാൻ, അവരുടെ പ്രശ്നം പരിഹരിക്കുവാൻ എത്രയും വേഗത്തിൽ നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കണം. പ്രവർത്തിക്കുന്നില്ല എങ്കിൽ വീണ്ടും നിങ്ങൾ വരും, ഞങ്ങളുടെ വീടുകളുടെ മുമ്പിൽ നിങ്ങൾ വരും, നിങ്ങളെ ഞങ്ങൾ വരുത്തും. കാരണം 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വരും. അന്ന് നിങ്ങൾ പറയുന്ന വാഗ്ദാനങ്ങൾ, ഇതുപോലെയുള്ള പൊള്ള വാഗ്ദാനങ്ങളുമായിട്ട് നിങ്ങൾ വരുമ്പോൾ അന്ന് ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും. ഉത്തരം മുട്ടുന്ന ചോദ്യങ്ങൾ, നിങ്ങളുടെ അതരങ്ങളിൽ നിന്ന് ഉത്തരം തരാൻ കഴിയാത്ത ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കും. കാരണം ആ ചോദ്യങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന നെടുവീർപ്പുകളായിരിക്കും.
ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മറികടക്കാൻ കഴിയുകയില്ല എന്നുള്ളതും കൂടെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ സമരപരിപാടി വാസ്തവത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് അർഹതയുള്ളത് എൻ്റെ ബഹുമാന്യനായിരിക്കുന്ന ദാരുമിയാണ്. നമുക്കൊക്കെ അറിയാവുന്ന പോലെ ദാരുമിയാണ് അത് ചെയ്യാനുള്ളത്. പക്ഷേ ഇതിൻ്റെ സംഘാടകർ എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ടും ദാരുമിക്ക് മറ്റൊരു വലിയ ദൗത്യം അവർ കൊടുത്തിരിക്കൊണ്ടും ഈ 3 ദിവസത്തെ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടാകും എന്നുള്ള ഉറപ്പും തരുന്നു. ഈ നാട്, നമ്മുടെ നാട് പുരോഗതിയിലേക്ക് നയിക്കപ്പെടുന്ന നാട് ഒരു കാരണവശാലും പിന്നോട്ട് പോകാൻ പാടില്ല എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സംഘാടകരെ പ്രത്യേകമായി ശ്ലാഘിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിന്ന് വിരാമം കുറിക്കുന്നു. നന്ദി, നമസ്കാരം. അതിന് നമ്മൾ മറ്റൊരു ദൗത്യം കൂടി കൊടുക്കുന്നുണ്ട്. നിരാഹാരം അനുഷ്ഠിക്കുന്ന ഈ സഹോദരന്മാരെ അവരെ ഒന്ന് സ്വീകരിച്ചുകൊണ്ട് ഒരു ഹാരാർപ്പണം നടത്തുക. ആ കർമ്മം കൂടി അത് നിർവഹിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.